നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്ന ഗുണിതങ്ങളുടെ ഗുണിതം എന്ന് പറയുന്ന പാഠത്ത് നമ്മുടെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ചുവടെ കൊടുത്ത സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കി എഴുതുക എന്നുള്ള ചോദ്യം. മക്കൾ ഈ സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ സംഖ്യ 330 അപ്പോൾ 330 എന്നുള്ള സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കി മാറ്റണം. ഏതൊക്കെ സംഖ്യകളായിരുന്നു അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്? അഭാജ്യ സംഖ്യകൾ 2, പിന്നെ 3, പിന്നെ 5, പിന്നെ 7, പിന്നെ വരുന്നത് 11, 13 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഈ നമ്പറിന് 2 പ്രത്യേകതകൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ നമ്പറിനെ പരിഗണിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ പ്രത്യേകത, ഈ നമ്പർ എന്ത് ചെയ്യണം? 0-ത്തിലാണ് അവസാനിക്കുന്നത്. നമ്പർ എന്ത് ചെയ്യുന്നു? 0-ത്തിൽ അവസാനിക്കുന്നു. 0-ത്തിൽ അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കണേ, 10, 20, 50, 500 ഇങ്ങനെ എന്ത് ചെയ്യണം? ഇങ്ങനെ 0-ത്തിലേക്ക് അവസാനിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും, അത് 10ന്റെ ഗുണിതമാണ്. 10ന്റെ ഗുണിതമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? 0-ത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് ഈ സംഖ്യ ഏതോ ഒരു സംഖ്യ × 10 എന്ന് നമുക്കറിയാം. ഇപ്പം നമുക്കറിയാം 1 × 10, 1 × 10 എന്ന് പറയുമ്പോൾ 1ഉം ഈ 0 ചേർക്കുന്നു. 20 × 10 എന്ന് പറയുമ്പോൾ 20ഉം പിന്നെ ഈ 0 കൂടി ചേർത്ത് 200 എന്ന് പറയുന്നു. അതുപോലെ ഏത് സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുന്നു? 10 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ആ സംഖ്യ എഴുതി വലത് സൈഡിൽ എന്ത് ചെയ്താൽ മതി? ഒരു 0 ചേർത്താൽ മതി. അതുപോലെ 330-നെ നമുക്ക് എങ്ങനെ എഴുതാം? 33 × 10 അതാണ് 330 എന്നുള്ളത്. അങ്ങനെയാണ് 330 നമുക്ക് എന്ത് ചെയ്യാം? 33 × 10 എന്ന രീതിയിൽ എഴുതാം. നമുക്ക് 33 × 10 എന്ന രീതിയിലേക്ക് എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സംഖ്യ 33 എന്ന് പറയുന്ന സംഖ്യ 330-ൽ 33 എന്ന് പറയുന്നൊരു സംഖ്യയുണ്ട്. മക്കളെ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോ. അതായത് 11, 22, 33, 44, 55 ഇങ്ങനെ എന്താ 99 വരെ. 11, 22, 33, 44, 99 വരെ. അതായത് സംഖ്യകൾ എന്ത് ചെയ്യുക? സംഖ്യകൾ ആവർത്തിച്ച് വരിക. 1 1, 2 2, 3 3, 4 4, 5 5 അങ്ങനെ എന്താണ് സംഖ്യകൾ ആവർത്തിച്ച് വരുന്നത്. ഏത് വരെ? 99 വരെ 2 സംഖ്യകൾ എന്ത് ചെയ്യുക? അങ്ങനെ വരുന്ന സമയത്ത് അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 11ന്റെ ഗുണിതമായിരിക്കും. അതായത് 11 × 1 ആണ് 11, 11 × 2 ആണ് 22, ഇനി 11 × 5 ആണ് 55. അതുപോലെ ഇവിടെ 33 എന്നുള്ളൊരു നമ്പർ ഉണ്ട്. 33 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 11 × 3 എന്ന രീതിയിൽ എഴുതാം. 33-നെ നമ്മൾ എങ്ങനെ എഴുതാം? 11 × 3 എന്ന രീതിയിലേക്ക് എഴുതുന്നു. 10 എന്ന് പറയുന്ന നമ്പർ എന്താ? 10 എന്ന് പറയുന്ന നമ്പർ 0, 2, 4, 6, 8 എന്നീ നമ്പറുകളിൽ മക്കളെ ഓർക്കണം. 0, 2, 4, 6, 8 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ഒരു നമ്പർ. 0-ത്തിലല്ലേ അവസാനിക്കുന്നത്? 10 എന്ന് പറയുമ്പോൾ 0-ത്തിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഇരട്ട സംഖ്യകളായിരിക്കും, അല്ലെങ്കിൽ ഈവൺ നമ്പർ ആയിരിക്കും. ഇത് ഇരട്ട സംഖ്യ ആയിരിക്കും. നിങ്ങൾ നോക്കിയേ, 50 0-ത്തിൽ അവസാനിക്കുന്നു, അതൊരു ഇരട്ട സംഖ്യയാണ്. 68 8-ൽ അവസാനിക്കുന്നു, അതൊരു ഇരട്ട സംഖ്യയാണ്. അതുപോലെ 10 എന്താടാ? 10 ഒരു ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാനാകും. അപ്പോൾ 2 × 5 ആണ് 10 എന്ന് പറയുന്നത്. 10-നെ നമുക്ക് എന്ത് ചെയ്യാം? 2 × 5 എന്ന രീതി എഴുതാം. ഇപ്പൊ നമുക്ക് കിട്ടിയ സംഖ്യകൾ നോക്കിയേ. 33-നെ നമ്മൾ എന്ത് ചെയ്തു? 11 × 3 എന്ന് എഴുതി. 10-നെ നമ്മൾ എന്ത് ചെയ്തു? 2 × 5 എന്ന് എഴുതി. ഇനി 330-നെ 33 × 10 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 330-നെ 11 × 3, പിന്നെയോ 10-നെ 2 × 5 എന്ന രീതിയിലേക്ക് എഴുതാം. ഇവിടെ എഴുതിയ സംഖ്യകൾ നോക്കിയേ. 11, 3, 2, 5 സംഖ്യകളെല്ലാം എന്താടാ? സംഖ്യകളെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി നമ്മൾ എന്ത് ചെയ്തു? 330 എന്നുള്ള നമ്പറിനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി 330 എന്നുള്ള നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം.